ജോണോട്ട, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയായിരുന്നു ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിലെത്തിയത്. അത് വലിയ ആവേശവും ഉണ്ടാക്കി, അനാവശ്യ വിവാദങ്ങളും ഉണ്ടാക്കി, പല യുവ നേതാക്കളും മറുകണ്ഠം ചാടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി. അങ്ങനെ മുൻപൊന്നും നാം കാണാത്ത രീതിയിൽ ഒരു പുതിയ തിരഞ്ഞെടുപ്പായിരുന്നു ഈ കേരളം ഇത്രയും നാൾ സാക്ഷ്യം വഹിച്ചത്. എന്തായാലും വയനാടും ചേലക്കരയും അതോടൊപ്പം തന്നെ പാലക്കാടും ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളും അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ 3 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. മുൻകാലങ്ങളിൽ എങ്ങനെയാണ് UDF-ഉം LDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ BJP പാലക്കാട് പ്രതീക്ഷിക്കുകയാണ്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി 5 ലക്ഷത്തിലധികം വോട്ടും പ്രതീക്ഷിക്കുന്നു. ചേലക്കര നിലനിർത്താമെന്ന് LDF-ഉം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 3 മുന്നണികളും പ്രതീക്ഷയോടെ കാണുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് നാം വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ അവസാന ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞല്ലോ. ഇനി എന്തായാലും ജോണേട്ടനും ഏതെങ്കിലും പാർട്ടിയോട് താല്പര്യം കാണും. അങ്ങനെ ആ പാർട്ടി അപ്പൊ അതിനനുകൂലമായല്ല ചില നാട്ടിലെങ്കിലും സംസാരിക്കുമല്ലോ. ഇനി എങ്ങനെയാണ് സത്യസന്ധമായ കാര്യം അങ്ങ് തുറന്നു പറഞ്ഞാട്ടെ? അതായത് നമുക്ക് ഏതെങ്കിലും പാർട്ടിയോട് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഇവിടെ അതിന് ഉത്തരത്തിന് പ്രസക്തിയില്ല. കാരണം എല്ലാവരും മനസ്സിലായി നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നുമില്ലല്ലോ. എന്തായാലും ശ്രീത്ത് പറഞ്ഞ പോലെ 2 മണ്ഡലങ്ങൾ, ചേലക്കരയും പാലക്കാടും. വയനാട് നമുക്ക് മാറ്റി നിർത്താം. വയനാട് ലോക്സഭാ മണ്ഡലമാണ്. അവിടെ ഫലം നമുക്കറിയുകയും ചെയ്യാൻ, അത് അട്ടിമറി നടക്കുമെന്നൊക്കെ പറഞ്ഞാലും ഒന്നും ജനം വിശ്വസിക്കത്തുമില്ല. നമ്മൾ തന്നെ വെറുതെ അത് പറയാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ പാലക്കാടും ചേലക്കരയെ സംബന്ധിച്ച്, പാലക്കാടും എന്ന് പറയുന്നത് കോൺഗ്രസിനും BJP-ക്കും വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. ചേലക്കര വരുമ്പോൾ CPM-നാണ് അത് നിർണായകമാകുന്നത്. ഇതാണ് അതിനകത്ത് ഒരു വ്യത്യാസം. അപ്പോൾ പാലക്കാട് ജയിക്കും എന്ന് CPM ഒരിക്കലും വിചാരിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ അഥവാ ഏതെങ്കിലും തരത്തിൽ ജയിക്കുകയാണെങ്കിൽ അതൊരു വലിയ അത്ഭുതമായി മാറിയേക്കാം. ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ചേലക്കര CPM-നെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം ഈ ചേലക്കരയുടെ ഒരു കോട്ടയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 39,000-ലധികം വോട്ടിനാണ് അന്ന് രാധാകൃഷ്ണൻ വിജയിച്ചത്. അതിനു മുൻപും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി UR പ്രദീപ് അവിടെ നിന്നും 10,000-ലധികം വോട്ടിന് വിജയിക്കുന്നു. അത്തരത്തിൽ വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ചേലക്കര. അതെ, ഈ പാലക്കാടിൻ്റെ ഒരു ആവേശത്തിരയിൽ ഇങ്ങനെ ആളുകൾ പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് ചേലക്കരയെക്കുറിച്ച് കാര്യമായ ചർച്ച ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ 3 മണ്ഡലങ്ങളിലും ഏറ്റവും ഒരു താരപരിവേഷം ലഭിച്ച മണ്ഡലം പാലക്കാടാണ്. സംഭവ വികാസങ്ങൾ ദിവസവും ഇങ്ങനെ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് പുതിയ വാർത്തകൾ വരുന്നു. രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളും കൗതുകത്തോടെ അവിടുത്തെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പുറത്ത് സാധാരണ പോലെ തന്നെ ഒരു ഇലക്ഷൻ എങ്ങനെയാണ് പോകുന്നത്, അങ്ങനെ തന്നെ വലിയൊരു ഓളമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ചേലക്കരയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചേലക്കര CPM-നെ സംബന്ധിച്ച് നിർണായകമാണ്. അവരുടെ സിറ്റിംഗ് സീറ്റാണ്. കെ രാധാകൃഷ്ണനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ആളുകളാണ് ചേലക്കരക്കാർ. അവിടെ ഈ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ PP ദിവ്യയുടെ വിഷയം, ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളും വലിയ തോതിൽ ചേലക്കരയിൽ പ്രചാരണ വിഷയമായിട്ടുണ്ട്. അത് CPM-നെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ CPM-ൻ്റെ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അങ്ങനെയുണ്ടല്ലോ, നിഷ്ക്രിയരാകുന്ന ഒരു വിഭാഗം വോട്ടർമാരുണ്ട്, പണി കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന വോട്ടർമാരുണ്ട്. അവർ വിചാരിച്ചാലും ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ തരത്തിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ളതാണ് രമ്യ ഹരിദാസിൻ്റെ വിജയത്തെ ആശ്രയിക്കുന്നത്. രമ്യ ഹരിദാസ് അപ്പുറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ആളാണ്. 5 വർഷം MP ആയിരുന്ന ആളാണ്. പാട്ടൊക്കെ പാടി മനോഹരമായി പാട്ടൊക്കെ പാടുന്ന ആളാണ്. പക്ഷേ രമ്യ ഹരിദാസ് പാട്ട് പാടും എന്നതിനപ്പുറത്തേക്ക് രമ്യ ഹരിദാസിന് വേറൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ രമ്യ ഹരിദാസിൻ്റെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ അവിടെയും ഈ ചേലക്കരയിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ രാധാകൃഷ്ണൻ 39,000 വോട്ടിന് വിജയിച്ചു അസംബ്ലിയിലെങ്കിലും ചേലക്കരയിലേക്ക് വരുമ്പോൾ, ചേലക്കരയിൽ ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ ചേലക്കരയിൽ അതിൻ്റെ ഭൂരിപക്ഷം 5,000-ആയി കുറയുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് മനസ്സ് വെച്ചാൽ UDF-ന് അവിടെ പിടിക്കാം. അവർക്ക് അപ്രാപ്യമല്ല. പല മണ്ഡലങ്ങളിലും അങ്ങനെയല്ല. നമ്മൾ നിരന്തരം ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ VD സതീശൻ ജയിക്കുന്ന മണ്ഡലമുണ്ട്, പറവൂർ ശരിക്കും പറഞ്ഞ ഒരു LDF അനുകൂല മണ്ഡലമായിരുന്നു. അവിടെ VD സതീശൻ ചെന്നതിന് ശേഷമാണ് അത് കോൺഗ്രസ് അനുകൂല മണ്ഡലമായി മാറുന്നത്. അങ്ങനെ പല മണ്ഡലങ്ങളും ഇങ്ങനെയാണ് മാറുന്നത്. ചിലപ്പോൾ രൂപവും ഭാവവും ഒക്കെ മാറിയേക്കാം. ഇടതുപക്ഷ മണ്ഡലം ചിലപ്പോൾ കോൺഗ്രസ് ആകും. കോൺഗ്രസ് അനുകൂല മണ്ഡലം ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ നിരന്തരം വേറൊരാൾ ജയിച്ച് അത് LDF-ൻ്റേതാകാം. അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്തായാലും
ഈ സംസാരിക്കുന്ന പാലക്കാട് തന്നെ ഷാഫി പറമ്പിൽ അങ്ങനെ മാറ്റിയ ആളാണ്, 3 തവണ തുടർച്ചയായി ജയിച്ചാണ്. അതിനു മുമ്പ് CM സുന്ദരം അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിരന്തരം എനിക്കൊന്ന് 5 തവണയോ മറ്റോ CM സുന്ദരം ജയിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് വരുമ്പോൾ CPM അവിടെ തുടർച്ചയായി വിജയിച്ചിട്ടുണ്ട്. CPM തുടർച്ചയായി വിജയിച്ചതിന് ശേഷമാണ് പിന്നീട് കോൺഗ്രസ് തുടർച്ചയായി വിജയിക്കുന്നത്. അതിനുശേഷം പിന്നെ TK നൗഷാദും മറ്റൊരു സ്ഥാനാർത്ഥിയും KK ദിവാകരൻ വിജയിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഷാഫി പറമ്പിൽ വരുന്നത്. അപ്പം ഈ മണ്ഡലത്തെ നോക്കാനറിയാവുന്ന ആളുകൾക്ക് അവർക്ക് പെട്ടെന്ന് ഈ മണ്ഡലം കയ്യിലെടുക്കാൻ പറ്റും. ആളുകളെ കയ്യിലെടുക്കാൻ അറിയാവുന്ന ചില നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ മണ്ഡലത്തെ എന്നും ഇപ്പോൾ KM മാണി പാലായിൽ നിന്ന് ജയിക്കുന്നു. KM മാണി മത്സരിക്കുന്ന സമയത്തെല്ലാം എന്നോട് പാലായിലുള്ള ഒരാൾ പറഞ്ഞാണ്, അന്ന് KM മാണിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിയല്ല, CPM അല്ല, മറിച്ച് കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിൻ്റെ മുന്നണിയിൽ നിൽക്കുന്ന ആളാണ് KM മാണി. പക്ഷേ KM മാണിയെ അവിടെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് മുഴുവൻ കോൺഗ്രസ്സാണ്. പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വ്യക്തിബന്ധം കൊണ്ട് അദ്ദേഹം ജയിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മകൻ മത്സരിച്ചപ്പോൾ ജയിക്കാൻ പറ്റാത്തത്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയമല്ല. എന്തായാലും ഈ പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ LDF സർക്കാരിൻ്റെ ടെസ്റ്റ് ഡോസ് എന്ന് പറയാവുന്നത് ചേലക്കരയിലെ വിജയം. അതാണ് ചേലക്കരയുടെ പ്രാധാന്യം. പാലക്കാടിനെ കുറിച്ച് നമ്മൾ ഒട്ടേറെ ചർച്ച ചെയ്തതാണ്. ചേലക്കരയെ സംബന്ധിച്ച്, അതായത് ഇവിടെ CPM പരാജയപ്പെട്ടാൽ അത് ഭരണപരാജയമാണ് എന്ന് ജനം വിധി എഴുതി എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത അസംബ്ലി ഇലക്ഷന് വരുമ്പോൾ UDFന് അത് വലിയ ഇന്ധനമാകും. മുന്നോട്ടുള്ള കുതിപ്പിന് UDF ഭരണം പിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിന് ഇന്ധനമാകും. അതല്ല അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ, ഇനി പാലക്കാടും UDF പരാജയപ്പെടുകയാണെങ്കിൽ ഈ അടുത്തൊന്നും ഈ UDFന് തെരഞ്ഞെടുപ്പ് രംഗത്ത്, ലോക്സഭാ ഇലക്ഷൻ വേറൊരു ഫോർമാറ്റാണല്ലോ, നിയമസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ അവരുടെ തന്ത്രങ്ങൾ മാറ്റുകയും നേതൃത്വം അതിനനുസരിച്ച് കാര്യമായി പണിയെടുക്കുകയും, കോൺഗ്രസ് പലപ്പോഴും പണിയെടുക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. അതാണ് കോൺഗ്രസിന്റെ ഒരു വലിയ, നേതാക്കൾക്ക് ചുറ്റും കുറച്ച് അണികൾ അവർ പണിയെടുക്കാതെ എങ്ങനെ ജയിക്കാം. ഇപ്പോൾ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്താണ്, എളുപ്പ വഴിയിൽ ക്രിയ എങ്ങനെ ചെയ്യാം, അങ്ങനെ ഒരു കണക്കുണ്ടല്ലോ. ഇപ്പോൾ അതുകൊണ്ടൊന്നും എനിക്കറിയത്തില്ല, പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ആ രീതിയിലാണ് കോൺഗ്രസിൻ്റെ ഒരു നിലപാട്. എന്തായാലും ഈ പിണറായി ഗവൺമെൻറ്റിനെ എങ്ങനെയാണ് ആളുകൾ കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസായിട്ട് ചേലക്കരയിലെ ഈ തെരഞ്ഞെടുപ്പ് വിധിയെ നമുക്ക് കാണേണ്ടി വരും. അത് പ്രദീപാണോ ജയിക്കുന്നത്, രമ്യ ഹരിദാസ് ആണോ എന്നുള്ളത് 23-ാം തീയതി അറിയാം. രമ്യ ഹരിദാസ് ആണെങ്കിൽ അവർക്ക് അതൊരു വലിയ തിരിച്ചുവരവ് കൂടിയാണ്, ഉജ്ജ്വലമായ തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ലോക്സഭയിൽ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. അതെ, അവരൊരു നല്ല കാൻഡിഡേറ്റ് ആണ്. ആ തരത്തിൽ തിരിച്ചുവരവുണ്ടായാൽ അവർ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളിൽ ഒരാളായി മാറാനുള്ള സാധ്യതയുണ്ട്. മറിച്ച് പരാജയപ്പെട്ടാൽ അവർ കുറച്ചുകൂടി, പലപ്പോഴും പല നേതാക്കളും പരാജയപ്പെട്ടു പോകുന്നവർ പിന്നെ കയറി വരാൻ വലിയ പാടാണ്. അല്ലെങ്കിൽ ആ സ്പേസ് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകണം. ആ സ്പേസിലേക്ക് വേറൊരു നേതാവ് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വനിതകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യമുണ്ട്. ആ നേതാവിന് പിന്നെ സ്പേസ് ഇല്ലാതെ വരികയും പിന്നോക്കം പോവുകയും ചെയ്യും. ഇനി പാലക്കാട് വരികയാണെങ്കിൽ, അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ADM നവീൻ ബാബുവിൻ്റെ വിഷയം അവിടെ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ അതുപോലെ തന്നെ ആ ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ UDFൻ്റെ ശക്തമായ പ്രവർത്തനം, രമ്യ ഹരിദാസ് ജയിക്കണം എന്നുള്ള, അതുപോലെ BJP പിടിക്കുന്ന വോട്ടുകളും അതിനിർണായകമാണ്. BJP എത്ര വോട്ട് പിടിക്കുന്നോ അതിനനുസരിച്ചാണ് ഈ രണ്ട് മുന്നണിയുടെയും സ്ഥാനാർത്ഥികളുടെ ജയാപജയം. തൃശ്ശൂർ മേഖലയിൽ ഇപ്പം BJPക്ക് തൃശ്ശൂർ, അതെ, ലോക്സഭാ മണ്ഡലം BJPയുടെ കയ്യിലായതുകൊണ്ട് അതിൻ്റെ ഒരു ഓളം ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടും, അതുപോലെ തന്നെ അപ്പുറത്തെ ലോക്സഭ ആലത്തൂർ അവിടെ സരസു പിടിച്ച വോട്ടുകളും നല്ല രീതിയിൽ വോട്ട് പിടിച്ചു. അപ്പോൾ അത് ഈ മണ്ഡലത്തിൽ ആദ്യം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന സരസു സ്ഥാനാർത്ഥിയാകുമെന്ന രീതിയിലാണ് പ്രതീക്ഷിച്ചിരുന്നത്. പിന്നീടാണ് പ്രാദേശികമായി വളരെയധികം സ്വാധീനമുള്ള ബാലകൃഷ്ണനെ സ്ഥാനാർത്ഥി അവിടെ നിശ്ചയിച്ചത്. അപ്പോൾ അദ്ദേഹം പിടിക്കുന്ന വോട്ടും അതിനിർണായകമാണ്. അദ്ദേഹം എത്രത്തോളം വോട്ട്, ആരുടെയൊക്കെ വോട്ടാണ് പിടിക്കുന്നത് എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥികളുടെ ജയപരാജയം നിർണ്ണയിക്കുന്നത്. അപ്പോൾ ചേലക്കര ആണ് യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ, ഇനി ഇത് എങ്ങനെയാണ് ജനം ഇവരെ തിരസ്കരിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒരു മാർഗം. ഇനി പാലക്കാടേക്ക് വരുവാണെങ്കിൽ, പാലക്കാട് നമ്മൾ ഒട്ടേറെ തവണ ചർച്ച ചെയ്തതാണ്. പാലക്കാട് കോൺഗ്രസിനും BJPക്കും പ്രസ്റ്റീജ് സീറ്റാണ്, അവർക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ്. ഷാഫി പറമ്പിൽ തുടർച്ചയായി 3 തവണ വിജയിച്ച മണ്ഡലമാണ്. അതോടൊപ്പം BJPക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. വയനാട്ടിലേക്ക് പോകുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത ഉണ്ടോ? വയനാട്ടിലെ ഈ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 3 പോളിംഗ് ശതമാനം കുറവാണ്. ഈ പോളിംഗ് ശതമാനം കുറയുന്നത് ആരെ ബാധിക്കും എന്നുള്ളതാണ്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി തന്നെ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എത്ര വോട്ട് ഭൂരിപക്ഷം ഉണ്ടാകും? അതായത് കോൺഗ്രസ് ആദ്യം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് 5 ലക്ഷം
വോട്ട് കിട്ടുമെന്നാണ്. കാരണം രാഹുൽ ഗാന്ധിക്ക് മുൻപ് 4 ലക്ഷം എല്ലാം കിട്ടിയിട്ടുണ്ട്. അതിനെ മറികടക്കുന്ന രീതിയിൽ പ്രിയങ്ക ഗാന്ധി എന്ന ദേശീയ നേതാവ് ഉദയം ചെയ്യുകയാണല്ലോ. അപ്പോൾ 5 ലക്ഷം വോട്ടാണ് കോൺഗ്രസ് പറയുന്നത്. അതെന്തായാലും ലഭിക്കുമോ? അത്രയൊക്കെ വരുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഈ പൊതുവേ അവിടെ പോളിംഗ് ശതമാനം കുറവാണ്. പോളിംഗ് ശതമാനം കുറയുമ്പോൾ ജനത്തിന് ഈ പ്രിയങ്ക ഗാന്ധിയോട് ഒക്കെ ആദരവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് വോട്ടായി മാറിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കണം. കാരണം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ അത്രയും വോട്ട് ഭൂരിപക്ഷം ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി കിട്ടണമെന്നില്ല. കാരണം ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ച മണ്ഡലം ഉപേക്ഷിച്ച് പോയതാണെന്നുള്ളൊരു വികാരം കൂടി ജനങ്ങൾക്കിടയിലുണ്ട്. അത് കാര്യമായ പ്രചരണ രംഗത്ത് ഉണ്ടാകുകയും ചെയ്തു. പിന്നെ വഖഫ് ഈ 3 പ്രത്യേകിച്ച് പാലക്കാടും വയനാടും ഒക്കെ വരുമ്പോൾ മുനമ്പം വിഷയവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. അല്ല, തലപ്പുഴയിൽ വഖഫ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവിടെ ജനങ്ങൾക്ക്. അത് തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ആ മേഖലയിലും ബാധിച്ചിട്ടുണ്ട്. അതും നിശബ്ദമായി അതൊരു വോട്ടിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒന്നായി മാറിയിട്ടുണ്ട്. അടിയൊഴുക്കുകളിലൊന്ന് ഈ മുനമ്പത്തെ വിഷയം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.